വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി പോയ ശേഷമാണെങ്കിൽ ശിവൻ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിൽ ഗോപാലകൃഷ്ണനാണെങ്കിൽ കമലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുടർന്ന് കമലിനാണെങ്കിൽ കമലിൻ്റെ ഓട്ടോയിൽ തന്നെയാണ് മുമ്പ് ശാരികയാണെങ്കിൽ ഒരു കുഞ്ഞിനെ കാണിച്ചല്ലോ, ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അന്നേരം എന്താ താമസിച്ചതെന്ന് ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം കുഞ്ഞിന് അച്ഛനില്ലാതെ കുഞ്ഞ് വരില്ല, പിന്നെ അമ്മ വരില്ല, പണിസ്ഥലത്ത് പോയി പണി മുടക്കിയിട്ടാണ് അച്ഛനെയും കൊണ്ട് വന്നിരുന്നത്, പണിക്കാശ് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതൊക്കെ കൊടുത്തേക്കണേ എന്നൊക്കെ പറയുകയാണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിൽ വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കുക, തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കമലൻ കുഞ്ഞിനെ വാങ്ങി ഗോപാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ഇപ്പോൾ ആരെ കൊണ്ടുപോകാൻ ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ കൊണ്ടുപോയില്ല, ഗോപാലകൃഷ്ണൻ കൊണ്ടുപോയില്ല എന്ന് കമലൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കൊണ്ടുപോയി ശരിയാവില്ല, നമുക്ക് ഏതെങ്കിലും നഴ്സിൻ്റെ കയ്യിൽ കൊടുത്ത് വിടാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു നഴ്സ് ആശുപത്രിയല്ലേ, അത് വരുമ്പോൾ ഇത് എൻ്റെ മോള് ശാരികയുടെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം ശാരിക ചേച്ചിയുടെ കുഞ്ഞാണോ എന്നിങ്ങനെ ആ സിസ്റ്റർ നഴ്സ് ചോദിക്കുന്നു. അന്നേരം അതെ, സ്വന്തം മോളാണെന്ന് ഇങ്ങനെ കമലൻ പറയുകയാണ്. തുടർന്ന് അച്ഛനും കൂടി വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയുകയാണ്. അന്നേരം സിസ്റ്റർ ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ ഇതേ നോക്കിക്ക് ചേച്ചിയുടെ മോള് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നഴ്സിങ്ങിനെ കുഞ്ഞിനെ കാണിക്കുകയാണ്. ആദ്യം ശാരികയാണെങ്കിൽ മുഖം ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ പിന്നെ കുഞ്ഞങ്ങോട്ട് കരയുകയാണ്. അന്നേരമാണെങ്കിൽ ഇവിടെ പുറത്ത് നിന്ന് കമലൻ പറയുന്നുണ്ട്, കുഞ്ഞിനെ ഒന്ന് കാണിക്കും, ഇപ്പം കൊണ്ടുവരും, ആ പണിക്കാശും ഒക്കെ തരുമെന്ന് പറയുകയാണ്. അതാണ് നമ്മുടെ സന്തോഷം എന്നൊക്കെ കുഞ്ഞിൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ പെട്ടെന്നാണ് ഈ കുഞ്ഞിൻ്റെ മുഖം പെട്ടെന്ന് ശാരിക ശ്രദ്ധിക്കുമ്പോൾ ഇതാരുടെ കുഞ്ഞാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് ശാരികച്ചിയുടെ കുഞ്ഞാണ്, അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛനാണ് തന്നു വിട്ടതെന്ന് പറയുമ്പോൾ അച്ഛാന്നിങ്ങനെ പെട്ടെന്ന് ശാരിക വിളിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എൻ്റെ മോളെവിടെ, ഇതെൻ്റെ മോളല്ല എന്ന് പറയുകയാണ്. അന്നേരം അത് മോളെ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണനിക്ക് എൻ്റെ മോളെവിടെ, എനിക്ക് എൻ്റെ മോളെ കാണണമെന്നും പറഞ്ഞ് ശാരിക ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം ഈ കമലിനും അകത്തേക്ക് വരുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വരികയാണ്. കമലൻ പെട്ടെന്നാണെങ്കിൽ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പൊയ്ക്കോ എന്ന് പറയുകയാണ്. അവരെ കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാരിക ആകെ ബഹളം വയ്ക്കുകയാണ്, എൻ്റെ കുഞ്ഞെവിടെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീഴുകയാണ് ബെഡിലേക്ക്. അന്നേരം പിന്നെ ഗോപാലകൃഷ്ണൻ നഴ്സിനോട് പറയുന്നുണ്ട്, പെട്ടെന്ന് ഡോക്ടറെ വിളിക്കുമെന്ന് പറയുമ്പോൾ നഴ്സ് പോയി പെട്ടെന്ന് ഡോക്ടറെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് പ്രിയ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഡോക്ടർ എന്നിട്ട് പരിശോധിക്കണം, എന്താ ശാരികയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണനാണെങ്കിലും ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ശാരിക സ്വന്തം കുഞ്ഞെല്ലാം തിരിച്ചറിഞ്ഞു, അപ്പോൾ ഇനിയുള്ള ഏക മാർഗ്ഗം ശാരികയുടെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കാണിക്കുക, അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറയുകയാണ്. അന്നേരവും ശാരികയ്ക്ക് ബോധം വീണില്ല, മയക്കത്തിൽ തന്നെ കിടക്കുകയാണ്. ഈ സമയം അവിടെ ഗോപാലകൃഷ്ണനാണെങ്കിൽ ശാലിനിയെയും വിഷ്ണുവിനെയും പിന്നെ കുട്ടികളെയൊക്കെ കാത്തവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ഇവരെന്താ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവൻ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ എങ്ങനെയാണ്, അവന് താമസിക്കാനല്ലേ വീടുണ്ടാക്കി ഇട്ടിരിക്കുന്നത്, ഫാമ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് എന്താ പുറപ്പാട്, ഇതിപ്പോൾ ഇവൻ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ എല്ലാ രാഘവൻ നായർ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് വിഷ്ണുവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, എത്രയൊക്കെ അഭിമാനമുള്ളതല്ലേ, എന്ത് സംഭവിച്ചാലും കളക്ടറുടെ വീട്ടിലേക്ക് വരില്ല എന്നുള്ള രീതിക്കാണ് അല്പം നാണോ മാനോ ഒക്കെ വേണ്ടതെന്ന് പറയുകയാണ്. അന്നേരം ഇവളിത് എന്തുവാ പറയുന്നത്, ഇവളിത് ആരുടെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിനോട് ഗോപാലകൃഷ്ണൻ അല്ല രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ അത് കാര്യമാക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ആകെയുള്ള ഒരു ആൺതരിയാണ്, ഫാമ എന്തിനാന്തോ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആൾ ചെത്ത് പുല്ലും കിളിച്ചു എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഇവളെന്തുവാടെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛന് സുഖമില്ലാത്തതാണെന്ന് നിനക്കറിയില്ലേ, അന്നേരം പിന്നെ എനിക്കിട്ട് പറയുന്നതോ, എനിക്ക് പിന്നെ കേട്ടൂടെ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, നീ വിളിച്ചില്ലേ എന്നൊക്കെ വീണ്ടും രാഘവൻ നായർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ശാലിനിയുടെ വണ്ടി എത്തുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അമ്മോളെത്തിയോ എന്ന് ചോദിച്ചിട്ട് അവനെന്തേ വിഷ്ണു എന്തേയും ചോദിക്കുകയാണ്. അന്നേരം പിന്നെ ശ്യാമ പറയുന്നുണ്ട്, വരും തെക്കോട്ട് നോക്കി ഇരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആണെങ്കിൽ ശ്യാമ വേണ്ട, നീ ആയിട്ട് അറിയാത്ത കാര്യങ്ങളൊന്നും അറിയിക്കവേണ്ട, അച്ഛൻ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ മുന്നോട്ടങ്ങ് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇനി അറിയേണ്ടവരൊക്കെ അറിഞ്ഞല്ലോ, ഞാനായിട്ട് അറിയിക്കുന്ന എന്തിനാ എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ വെറുതെ സംസാരിക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ശിവനെ കാണുമ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ആളിനെ പിന്നെ ഞാൻ എന്താ പറയുന്നത്, തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാണ് ഇങ്ങനെ പറയുന്നത്, വട്ടാണ് മുഴുത്ത വട്ട് എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്തുവാ പറയുന്നത് ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ മരിച്ചു പോയവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ ശ്യാമയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. അന്നേരം രാഘവൻ നായരും രോഹിത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞേച്ചി തല്ലിയല്ലേ എന്ന്, അന്നേരം തല്ലുക തന്നെ ചെയ്യും, ഇനി നീ അനുഭവിക്കും, എൻ്റെ എന്ന് പറയുമ്പോൾ വിഷ്ണു മരിച്ചു, വിഷ്ണുവിന് തിരിച്ചു വരില്ല എന്നിങ്ങനെ പറയുകയാണ് പെട്ടെന്ന് ശ്യാമ. അന്നേരം വിഷ്ണു ഏട്ടൻ മരിച്ചിട്ടില്ല, എൻ്റെ കൂടെ തന്നെയുണ്ട്, പിന്നെ എൻ്റെ കൂടെ ഓരോ നിമിഷവും എൻ്റെ കൂടെ തന്നെയുണ്ട്, അപ്പോൾ പിന്നെ ഞാനും അതുപോലെ പറയുന്നില്ല, എന്നെ വിളിക്കടി മുഴുഭ്രാന്തി എന്ന്, വിളിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുകയാണ് ശാലിനിയുടെ ആ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ കണ്ടിട്ട് ശ്യാമയ്ക്ക് പെട്ടെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. ശ്യാമയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്.
അന്നേരം രാഘവൻ നായരാണെങ്കിൽ മോളെ എന്നിങ്ങനെ വിളിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി ആകെ പെട്ടെന്ന് കരയുകയാണ്. എന്നിട്ട് കരഞ്ഞ് അങ്ങ് രാഘവൻ നായരുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ട് രാഘവൻ നായരുടെ മടിയിലേക്ക് തലവെച്ച് അച്ഛാ അവൾ അറിവില്ലായ്മ കൊണ്ട് എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ഒന്നും പറയുന്നില്ല. ശാലിനിയുടെ തലയിൽ ഇങ്ങനെ തലയിടുന്നേ ഉള്ളൂ. രാഘവൻ നായരുടെ മടിയിൽ തലവെച്ച് ശാലിനി അങ്ങ് കരയുകയാണ്. രോഹിത് ആണെങ്കിൽ അത് കാണാൻ വയ്യാതെ ഇങ്ങനെ വെറുതെ ആകെ സങ്കടം ഒന്നും പറയാനാകാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഈ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ പൊന്നിയാണെങ്കിൽ ഭാമയോട് പറയുന്നുണ്ട്, ഞാൻ തുണി അലക്കാനായിട്ട് പോകുമ്പോൾ രാഘവ് സാർ അവിടെ വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു, എന്തോ ആലോചിച്ചൊക്കെയുള്ള നിൽപ്പായിരുന്നു, തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ കാണുന്നില്ല എന്ന് പറയുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കുറേ തവണയായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചിലപ്പോൾ ശാലിനി കുടുംബശ്രീ വീട്ടിലേക്ക് ശാലിനി കുഞ്ഞിനെയും മക്കളെയും തിരിച്ച് വിളിച്ചു കൊണ്ടുവരാൻ പോയതായിരിക്കും, കുഞ്ഞുങ്ങൾ പോയത് വല്ലാത്ത വിഷമമായി രാഘവൻ സാറിന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മ അവിടത്തേക്കൊന്ന് വിളിച്ച് ചോദിച്ചാൽ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. അതൊരു മയത്തിൽ കേട്ടുകൊണ്ട് നിന്നതാണ്. ഞാൻ അവിടേക്ക് വിളിക്കാനോ? ഇല്ല ശാലിനിയെ ഞാൻ ഇനി ഒരിക്കലും വിളിക്കില്ല. അവളെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം എനിക്ക് വേണ്ട. അവൾ എന്നോട് കാണിച്ച ചതിയല്ലേ, വെറുക്കപ്പെട്ടതൊക്കെ വെറുത്തതായിട്ട് തന്നെ ഇരുന്നോട്ടെ, ഒരിക്കലും ഒരു അമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിവനാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട്. സ്കൂളിൽ പോയി ഇറങ്ങിയ വഴിയാണ്. അന്നേരം കുട്ടികൾ ഓടി സത്യാമ്മയെന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം മക്കൾ സ്കൂളിൽ പോയി ഇറങ്ങിയതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പക്ഷേ എങ്ങനെ പോകാനാ സത്യാമ്മേ, നമ്മളെ ബുക്കും പുസ്തകവും ഒക്കെ ഇവിടെയല്ലേ, പിന്നെ ഹോംവർക്ക് പോലും ചെയ്തിട്ടില്ല എന്നിങ്ങനെ സത്യം പപ്പിയും പറയുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് വിഷം വരുന്നുണ്ട് കുട്ടികളെ കണ്ടിട്ട്. എന്നിട്ട് ശിവനും കയറി വരുന്നുണ്ട്. അന്നേരം പൊന്നിയോട് പറയാൻ, പൊന്നി കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ മക്കളെ എന്ന് പറഞ്ഞ് പൊന്നിയാണെങ്കിൽ ഈ കുട്ടികളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശിവൻ പറയുന്നുണ്ട്, ശാലിനി ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു, സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, അവളുടെ കാര്യം എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ അവളെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് കണ്ടത്. പക്ഷെ അവൾ എന്താണ് ചെയ്തത്, എൻ്റെ മകനോട് ചെയ്തതല്ലേ, എൻ്റെ മകൻ വരുമെന്ന് എഴുതി എത്ര രാത്രിയാണ് ഞാൻ പകലാക്കി കാത്തിരുന്നത്, എന്നിട്ട് ഈ അമ്മയുടെ നെഞ്ചിലേക്ക് കടാര കുത്തി ഇറക്കിയതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയെങ്കിലും വേണ്ടേ സത്യാമ്മ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ ഇനി എന്ത് ചോദിച്ചറിയാനാണ്, എൻ്റെ മകൻ മരണപ്പെട്ടു, അത് അവൾ എന്നെ അറിയിച്ചില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയിച്ചു, അവസാനമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ പോലും അവൾ സമ്മതിച്ചില്ല, ഇനി പിന്നെ അവളെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല, വല്ലപ്പോഴും കുഞ്ഞുങ്ങളെ എൻ്റെ വിഷ്ണുവിൻ്റെ മക്കളാണ് പോയത്, അവരെ കൊണ്ടുവന്ന് വല്ലപ്പോഴും എന്നെ കൊണ്ടുവന്നൊന്ന് കാണിച്ചാൽ മാത്രം മതി, അല്ലാതെ ഒന്നും വേണ്ട, ഇനി ഒരിക്കലും അവളെ അംഗീകരിക്കില്ല, അങ്ങനെ വരണമെങ്കിൽ ഈ സത്യഭാമ മരിക്കണം, എൻ്റെ നെഞ്ചിൽ കടാര കുത്തി ഇറക്കുകയാണ് ചെയ്തത്, എൻ്റെ മകനെ ഞാൻ എത്ര തവണ വരും ഒരു രാത്രിയാകുമ്പോൾ മുട്ടി വിളിക്കുന്നവർ എത്രത്തോളം ഞാൻ കാത്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭാമയങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം പിന്നീട് ശിവനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അവളോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് തന്നെ കടുപ്പിച്ച് പറയുകയാണ്. സമയത്താണ് ശാലിനിയാണെങ്കിൽ രാഘവൻ നായരെയും കൊണ്ട് വരുന്നത്. അന്നേരം ശാലിനിയുടെ വണ്ടി കാണുമ്പോഴേ ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ തിരിഞ്ഞ് അങ്ങോട്ടിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, മോള് കയറുന്നില്ലേ? അന്നേരം എനിക്ക് ഓഫീസിൽ പോകാനേ സമയമായി, ഞാൻ പിന്നീട് വരാമെന്ന്. അന്നേരം അവൾ ദേഷ്യത്തിനും വാശിക്കുമൊക്കെ പറഞ്ഞാണ്, അപ്പോൾ പറയുന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തീർക്കാം വാ എന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുകയാണ്. അന്നേരം ഇല്ല അച്ഛാ, ഞാൻ സത്യമായിട്ട് ദേഷ്യവും വാശിയൊക്കെ നടങ്ങട്ടെ, ഞാൻ വരാം, പിന്നീട് വരാം, എനിക്ക് അത്യാവശ്യമായിട്ട് എത്തണം എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് കമലിനാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഏട്ടത്തിയമ്മ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, അത്യാവശ്യമായിട്ടൊന്ന് ഇവിടം വരെ വരുമോ? അന്നേരം അത്യാവശ്യമാണ് അതേന്ന് പറയാം, എങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശാലിനിയാണെങ്കിൽ പിന്നെ രാഘവൻ നായരോട് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോകാനുള്ള രാമേട്ടാന്നിങ്ങനെ പറഞ്ഞ് ശാലിനി കയറാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടികളകത്തുനിന്ന് ഇറങ്ങി വരിക, അമ്മ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം കുട്ടികൾ ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം മക്കൾ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ സ്കൂളിൽ പോണ വഴിയാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ സ്കൂളിൽ പോകണമല്ലേ, അച്ഛനതൊന്നും ഓർമ്മിച്ചില്ല എന്ന് പറയുകയാണ്. അന്നേരം ഭാമ ദേഷ്യപ്പെടുകയാണ്, അച്ഛനതൊന്നും ഓർമ്മയില്ലല്ലോ, ഇങ്ങനെ നടന്നാൽ മതിയല്ലോ. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കാണണ്ടേ, എൻ്റെ വിഷ്ണുവിൻ്റെ മക്കളാണ്, എനിക്ക് കാണുക തന്നെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ മോന്തിരിച്ച് നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശിവൻ പൊന്നിയാണെങ്കിൽ കുട്ടികളുടെ പുസ്തകം എല്ലാവരും ബാഗിലാക്കി ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശിവൻ പോവുകയാണ്. എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട്, കുട്ടികളെ സ്കൂളിലാക്കിയതായിരുന്നു, ഞാൻ ഹോസ്പിറ്റൽ വരെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ്. അന്നേരമാണെങ്കിൽ ഭാമയോട് രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ ഈ ജീവിതത്തിൽ കുറച്ച് സമയമേ ഉള്ളൂ, അതിങ്ങനെ വാശിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് നടക്കരുത്, നമ്മൾ ജീവിച്ച് തീർക്കണം, ഈ വീടെന്ന് പറയുന്നത് ഈ സത്യയുടെയും പപ്പിയുടെയും കുട്ടികളുടെയൊക്കെ ചിരിയാണ്, അത് നീ ഇല്ലാതാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ശിവനിങ്ങനെ രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണനാണെങ്കിൽ പിന്നെ ശാലിനിയോട് പറയുകയാണ്, നിങ്ങൾ ശാരികയുടെ കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞിനെ കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരോടും ദേഷ്യപ്പെട്ടതാണ്, പക്ഷേ ശാരികയുടെ അവസ്ഥ കണ്ട് ഞാനാണ് ആ കുഞ്ഞിനെ ഒന്നുകൂടി കാണിക്കാൻ തീരുമാനിച്ചത്, പക്ഷേ അത് അവൾ സ്വന്തം കുഞ്ഞെല്ലാം തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം പണിയൊന്ന് പാളി ഏട്ടത്തിയമ്മയെന്ന് ഇങ്ങനെ കമലിനും പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തൊക്കെയോ അപ്പോഴത്തെ ഇത് ഭയങ്കര ബഹളമായിരുന്നു, അവളുടെ കുഞ്ഞിനെ കാണിച്ചേ മതിയാകുമോ, ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു, അപ്പോഴത്തെ ടെൻഷനിൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ആകെ വിഷമത്തിലാണ്. ശാലിനിയോട് ദേഷ്യമൊന്നുമില്ല, അന്ന് ശാലിനി ചെയ്തത്
നല്ല കാര്യം തന്നെയാണെന്നുള്ളത് ഗോപാലകൃഷ്ണൻ തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതിൽ ഗോപാലകൃഷ്ണൻ തെറ്റ് തന്നെയാണെന്ന് പറയുന്നുമുണ്ട്. അന്നേരം ഡോക്ടറെ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഡോക്ടർ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ ഇനി ചെയ്യാൻ ചോദിക്കുമ്പോൾ സ്വന്തം കുട്ടിയെല്ലാം തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ശാരികയ്ക്ക് പ്രഷർ കൂടിയതും പിന്നെ ശ്വാസതടസ്സം ഉണ്ടായതും ഒക്കെ. ഇനി സ്വന്തം കുഞ്ഞിനെ കാണിക്കുക, അല്ലെങ്കിൽ ശാരികയുടെ ആരോഗ്യനിലയെ അത് ബാധിക്കും, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കാണിക്കുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ച് ശാലിനി നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനിയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ബാക്കി ശ്യാമ വരുന്നതൊക്കെയാണ്, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതൊക്കെയാണ്. ശാരികയ്ക്ക് പിന്നീട് ബോധമൊക്കെ തെളിയും. പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്താകുമെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.